ഈ വണ്ടികളൊക്കെ ഇവിടെ കിടന്ന് തുരുമ്പേറിയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഓ, വണ്ടികളൊക്കെ അനക്കിയിട്ട് മാസങ്ങളായി. വേണ്ട, ടയറിൻ്റെ ഒക്കെ ഇടയിൽ വരെ പുല്ല് കളിച്ച്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിലെ നിർമ്മാണ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. കൊല്ലത്ത് നിന്ന് വരെ ഇപ്പോൾ കല്ലമ്പലം ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ഇവിടെയാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ഓവർപാസ്സാണ് വരുന്നത് കേട്ടോ, ഓവർപാസ്സാണ് വരുന്നത്. അതുകൊണ്ട് മെയിൻ റോഡ് നല്ല രീതിയിൽ താഴ്ചയിലാണ് വരുന്നത്. ഇത് ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഒരു വലിയ സങ്കടകരമായ കാഴ്ച എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കടമ്പാട്ട് കോണം കഴിഞ്ഞ് ഇതുവരെ, അതായത് കല്ലമ്പലം ജംഗ്ഷൻ കഴിഞ്ഞ് ഈ ആറ്റിങ്ങൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഭാഗം വരെ, അതായത് മണമ്പൂർ ഈ ഭാഗം വരെ എവിടെയും വർക്ക് നടക്കുന്നില്ല. ഇത് തിങ്കളാഴ്ചയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, ഞായറാഴ്ചയല്ല. ഇവിടെ തന്നെ നോക്കുക, ഫുള്ള് കാട് പിടിച്ച് ഏതോ കാലത്ത് വർക്ക് ഉപേക്ഷിച്ച് പോയ ഒരു പ്രതീതിയാണ് ഇവിടെ തന്നെ. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കല്ലമ്പലം ആ ഭാഗത്ത്, കല്ലമ്പലം തൊട്ട് കടമ്പാട്ട് കോണം വരെയുള്ള ഭാഗത്താണെങ്കിൽ ഇതേ പ്രതീതിയാണ്, വർക്കുകൾ ഉപേക്ഷിച്ച് പോയ പ്രതീതി. ഒരിടത്ത് പോലും വർക്ക് നടക്കുന്നില്ല, ഒരു തൊഴിലാളികളെ പോലും കാണുന്നില്ല. തിങ്കളാഴ്ചയാണേ, ഞായറാഴ്ചയല്ല. ഇത് എന്ന് തീർക്കാനാണ് പദ്ധതി എന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. എൻ്റെ പൊന്നേ, ചെളിക്കെട്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല. എൻ്റെ പൊന്നോ, ഭയങ്കര താഴ്ചയുള്ള ചെളിക്കെട്ടായി കേട്ടാ. അയ്യോ, ഇവിടെ വീണ്ടും ഇടിഞ്ഞ്. ആഹാ, മഹാസമുദ്രമാണല്ലോ ഇവിടെ. ഇതൊക്കെ എന്ന് ഏത് കാലത്ത് തീർക്കാൻ മൊത്തവും വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പണികൾ, നല്ല പണി ആവശ്യമുണ്ട്. തിരിച്ച് കയറിപ്പോയി അപ്പുറത്തൂടെ കറങ്ങി, നമുക്ക് ഇതിനു മുമ്പ് ചെയ്തതുപോലെ അപ്പുറത്തൂടെ കറങ്ങി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ഫുള്ള് കണ്ട ഇടിഞ്ഞല്ല, റോഡ് പണി നടക്കുകയാണ്. അങ്ങോട്ട് പോകാൻ ഒരു വഴിയില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മളിവിടെ എത്തി. തിരുവനന്തപുരം ജില്ലയിൽ കയറിയിട്ട് 2 പണിക്കാരെ കാണുന്നത് ഈ ബൈപ്പാസിൽ കയറിയിട്ടാണ് കേട്ടോ. ഇവിടെ കുറച്ച് പേര് ഇങ്ങനെ കുത്തിയിരുന്ന് എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി കല്ലമ്പല ആ ഭാഗത്തേക്കൊന്നും ഒരു മനുഷ്യരില്ല. ബൈപ്പാസിലെ പണി ഇഴഞ്ഞായാലും കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. കണ്ട, വണ്ടിയുണ്ട്, വണ്ടിയിൽ ഡ്രൈവറുണ്ട്, പിന്നെന്തോ വേണം. നമ്മൾ ഇതിന് മുമ്പ് കാണിച്ച വീഡിയോസ് പോലെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് വലിയ അപ്ഡേറ്റ് ഒന്നും ഇല്ല ഈ ഭാഗത്ത്. നമുക്ക് ഈ അണ്ടർപാസ് വഴി അപ്പുറത്ത് പോകാൻ പറ്റൂല, അവിടെ മണ്ണെടുത്തിട്ടേക്കുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോകാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും ഈ വീഡിയോ കാണത്തില്ല. ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഇവിടുത്തെ ഭാഗത്തെ വീഡിയോസൊക്കെ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇടുന്നത്. നമ്മൾ കുറച്ച് നാളത്തേക്ക് എറണാകുളത്താണ് സൊമാറ്റോ വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തെ റോഡ് വീഡിയോയും സൊമാറ്റോ വ്ളോഗുമായിട്ട് ഒരു 2-3 മാസം അവിടെ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിവിടെ വന്ന് ഈ ഭാഗത്തെ വീഡിയോസ് എടുക്കുന്നത്. അപ്പോഴും നല്ല രീതിയിൽ അപ്ഡേറ്റ്, കുറച്ചും കൂടി നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇങ്ങനെ കുറേ ദൂരത്തേക്ക് ആറൂര് പാതയുടെ ടാറിങ്, സർവീസ് റോഡൊക്കെ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ഇത് നമ്മൾ 2-3 വീഡിയോയിൽ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം നമ്മൾ എടുത്ത് പറയാത്തത്. ഇത് മുമ്പത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. കുറേ ദൂരത്തേക്ക് ഇങ്ങനെ ടാർ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരം ജില്ലയിൽ പണികൾ കുറച്ചെങ്കിലും പുരോഗമിച്ചിരിക്കുന്നത് ആറ്റിങ്ങൽ ബൈപ്പാസിലാണ്. കുറച്ചല്ല, കാരണം ഇതൊരു ഗ്രീൻഫീൽഡ് റോഡാണല്ലോ. മുമ്പേ ഈ ഭാഗത്ത് റോഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പണി ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പം കുറേ സ്ലോ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ബൈപ്പാസ് ഒഴികെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഭയങ്കര കട്ട ഷോക്കായിട്ടാണ് കേട്ടോ പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഭാഗത്തൊന്നും പണികൾ നടക്കുന്നില്ല പുതിയട്ടെ, ബൈപ്പാസിൽ പോലും. വലിയ മെഷീനുകളോ വാഹനങ്ങളോ തൊഴിലാളികളോ ഒന്നും നമുക്ക് ഇവിടെയൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇവിടെയും ഇത് ഒരുപാട് പണിയുണ്ടല്ലോ. ഇപ്പം മണ്ണ് എന്തെങ്കിലും ഷോർട്ടേജ് ആണെങ്കിൽ ഇതാണ്ട, ഇത് കോൺക്രീറ്റ് ചെയ്യണം, ഇത് പണിയല്ലേ, അത് തീർക്കണം. അങ്ങോട്ട് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ.
പണികൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല തിരുവനന്തപുരം ജില്ലയിൽ കയറിയാൽ. എൻ്റെ സ്ഥലം കൊല്ലമാണ്, ഞാൻ കൊല്ലത്താണ് വർക്ക് ചെയ്യുന്നതല്ല, സൊമാറ്റോ കൊട്ടിയതും കൊല്ലത്തുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവിടത്തേക്കാളും വർക്ക് തീരുന്നത് കാണാൻ ഇഷ്ടം തിരുവനന്തപുരം ജില്ലയിലാണ്. കാരണം തിരുവനന്തപുരം ജില്ലയിലാണ് ഒരുപാട് പണികൾ വേണ്ടത്. തെക്കൻ കേരളത്തിൽ ഏറ്റവും പണി കൂടുതലുള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. അപ്പോൾ ഇവിടുത്തെ അണ്ടർപാസിൻ്റെ ഒക്കെ പണി ഇങ്ങനെ പൂർത്തിയായിട്ടുണ്ട്. ഇതിലൊക്കെ ഇനി മണ്ണ് ഫില്ല് ചെയ്യണം. ഇതിലൂടെ മണ്ണ് വേണ്ട. ഇവിടെ നിന്ന് ഒരു തൊഴിലാളികളെ പോലും ഇല്ല. പണിക്കാരൊക്കെ ഇങ്ങോട്ട് പോയി. ഒരു വാഹനം പോലും കാണാനില്ലല്ലോ. ഹർത്താലം കാണണം, സമരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അത്രത്തോളം പണികൾ വേണ്ട ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു റോഡായിരിക്കും ആറ്റിങ്ങൽ ബൈപ്പാസും തിരുവനന്തപുരം ജില്ലയിലെ ഭാഗത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത്. ഇനി ഫാസ്റ്റായിട്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഒരു നല്ലൊരു കമ്പനി ആയിരുന്നു ഈ കോൺട്രാക്ട് എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം ഇതാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഈ കമ്പനിയെ തന്നെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ പണി അവർ ഇടയ്ക്ക് വെച്ച്, അതായത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കേട്ടോ പണി മുന്നോട്ട് പോയത്. റോഡ് നിരപ്പാക്കിയതും മലകൾ ഇടിച്ചും. അയ്യോ, പോകാൻ പറ്റുമോടെ? വലിയ വണ്ടിയൊക്കെ പോകാൻ പറ്റും കേട്ടോ. നമ്മളെന്തിനാ റിസ്ക് എടുക്കുന്നത്? നമുക്ക് കറങ്ങി തിരിഞ്ഞ് അപ്പുറത്തോടെ പോവാം. ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഇപ്പുറത്ത് വന്ന് ഇതൊഴി വന്നാലും കിടക്കാൻ പാടായിരുന്നു കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു സമയത്ത് ഞാൻ നല്ല രീതിയിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് ഈ കമ്പനി. നല്ല ആറ്റിങ്ങൽ ബൈപ്പാസിൽ അത്ര ഫാസ്റ്റായിട്ടാണ് വർക്ക് നടന്നത്. കാരണം പുതിയ റോഡ് വരുന്നതാണ്. അത്രത്തോളം വെല്ലുവിളി ഇവർക്ക് ഈ ബൈപ്പാസിലുണ്ടായിരുന്നു. അതൊരു പരിധി വരെ അവർ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പണി മുന്നോട്ട് പോയത്. പിന്നെ ഇപ്പം കുറച്ച് നാളായിട്ട് തദൈവ എന്താ ചെയ്യുക, എന്ത് പറ്റിയെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഈ വന്ന് ഇവർക്ക് വേണ്ടത്ര മെഷീനറികളും ആളുകളും ഇവരെ കൊണ്ട് താങ്ങാവുന്നതിലപ്പുറം വലിയൊരു വർക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കമ്പനിക്ക്. ഇതിങ്ങനെ ഇതൊക്കെ വളരെ ഫാസ്റ്റായിട്ടാണ് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയത്, ഇവിടെ ഇടിച്ച് നിരപ്പാക്കിയത്. ഇത് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് എത്ര നാളായെന്നറിയാം, 6-7 മാസങ്ങൾക്ക് മുകളിലായി. പിന്നെ ഇവിടെ നിന്ന് ഒരു വർക്ക്, ഈ കോൺക്രീറ്റ് ബ്ലോക്ക് ഒന്നും അനക്കിയിട്ട് പോലുമില്ല. ഇവിടെയൊക്കെ ഇതിന് മുമ്പ് കാണിച്ച അതേപോലെ തന്നെയാണ്. ഇവിടെ ഒരു ഓവർപാസ് വരേണ്ടതാണ്, അതിൻ്റെ പണിയൊന്നും ആയിട്ടില്ല. ഇവിടെയൊക്കെ വലിയ കുന്നുകളാണ് ഇടിച്ച് താത്തേക്കുന്നത്. അത് മൊത്തം കോൺക്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ കുന്നെല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നുണ്ട് അപ്പുറത്ത്. അതൊന്നും എങ്ങും ആയിട്ടില്ല. അവിടെ ഒരു ഓവർപാസ് വരുന്നതാണ്. എന്തോരം മാലിന്യമാണ് ഇവിടെ കൊണ്ട് തള്ളി വയ്ക്കുന്നത്. ഇത് മാലിന്യം തള്ളുന്നൊരു സ്ഥലമായിട്ട് മാറിയെന്നാണ്. നമ്മൾ നാട്ടുകാരും കണക്കൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഫുള്ള് മാലിന്യം കൊണ്ട് തള്ളിയേക്കുന്നു. മയിലുമാര് നമുക്ക് ഇവിടുന്ന് നേരെ പോകില്ല, കറങ്ങി പോകണം. അവിടെ കുറേ ഇടിഞ്ഞ് താന്നിട്ടുണ്ട്. എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ലടേ ഇവിടുത്തെ വീഡിയോ എടുക്കാൻ. ഇവിടെയൊക്കെ റോഡിൽ വലിയ പുല്ല് കിളിച്ച് 6-7 മാസം പ്രായമുള്ള പുല്ലുകളാണ്.
ഈ വണ്ടികളൊക്കെ ഇവിടെ കിടന്ന് തുരുമ്പേറിയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഓ, വണ്ടികളൊക്കെ അനക്കിയിട്ട് മാസങ്ങളായി. വേണ്ട, ടയറിൻ്റെ ഒക്കെ ഇടയിൽ വരെ പുല്ല് കളിച്ച്. ഈ വണ്ടി അനക്കത്തില്ല ഇടയിൽ, ഇതൊക്കെ തുരുമ്പ് പിടിച്ച് നശിക്കില്ലേ? എന്തുകൊണ്ടൊന്നൊരു വണ്ടികൾ അനക്കാത്തത്? ഓ, ഞാൻ കാണിച്ചു തരാം. ഒരു വണ്ടി പോലും അനക്കിയിട്ടില്ല മാസങ്ങളായിട്ട്, ഇങ്ങനെ കിടക്കുവാണ്. അയ്യോ, ഇതില്ല കന്യാകുമാരി ഭാഗത്ത റോഡ് പോലെ ആവോ എന്തോ. ആ, വണ്ടിക്ക് കാവലാളുണ്ടെന്ന് തോന്നുന്നു. വേണ്ട, വണ്ടിയുടെ ടയറിൻ്റെ ഒക്കെ അടിയിൽ പുല്ല് കളിച്ചിട്ടുണ്ട്. ഇത് എടുക്കുന്ന വണ്ടിയാണെങ്കിൽ പുല്ലിങ്ങനെ നിൽക്കൂല, കാണുന്നില്ലേ? ഒരാൾ കാവലിനിരിപ്പുണ്ട്. ആ ഭയ്യ, नहीं चलेगा? ये गाड़ी नहीं चलेगा? चलेगा चलेगा। अभी वर्क नहीं है इधर? हाँ, वर्क नहीं है। क्यों? बारिश हो रहा है। बारिश? മഴ കാരണം നിർത്തി വെച്ചേതാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇത് ബൈപ്പാസ് പൂർത്തിയാവില്ല. ആകെ 3-4 മാസമേ ഉള്ളൂ മഴയില്ലാത്ത മാസം. ഇപ്പം എല്ലാ മാസവും അല്ലേ, 2 ദിവസം വെയിൽ, 2 ദിവസം മഴ. അപ്പം എന്താ ചെയ്യുക? വേറൊരു ജില്ലയ്ക്ക് മഴ പ്രശ്നമില്ല, തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രം മഴ പെയ്ത് കഴിഞ്ഞാൽ വർക്കുകൾ സ്ലോ ആവും. ശരി തന്നെയാണ്. പ്രത്യേകിച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ മഴയത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ പ്രശ്നം ഉണ്ടാവും. വേറെ എന്തൊക്കെ വർക്കുകൾ ഇവിടെ ചെയ്യാവുന്നതാണ്. ഞാനിതിൻ്റെ എക്സ്പെർട്ടൊന്നുമല്ല, എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ പല ജില്ലകളിലും മഴ സ്ലോ ആക്കുന്നുണ്ടെങ്കിലും മഴ ബാധിക്കാത്ത പല വർക്കുകൾ അവർ ചെയ്യുന്നുണ്ട്. കൊല്ലം ജില്ല തന്നെ നോക്കിയാൽ മതി. മഴയത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടി അവർ നിർത്തിവെക്കും. ബാക്കി പരിപാടികൾ വേറെ എന്തൊക്കെ പണികളുണ്ട് അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ പാലങ്ങൾ കണ്ട, പാലത്തിൻ്റെ പണി പൂർത്തിയാവാറായിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ. കടൂർ പാലമായാലും മറ്റു പാലത്തിൻ്റെ പേര് പറഞ്ഞു തന്നെ. മാറണത് 2 മെയിൻ പാലം വരുന്നില്ലേ കൊല്ലം ബൈപ്പാസിൽ. 2 മെയിൻ പാലത്തിൻ്റെയും, ഒന്ന് കടൂർ പാലം, ഒന്ന് മറ്റൊരു പാലം. ആ പാലത്തിൻ്റെയും പുതിയ പാലത്തിൻ്റെ വർക്കുകൾ ഒരു വിധമൊക്കെ പൂർത്തിയാവാറായി കേട്ടോ. നമുക്ക് താഴെ കൂടെ പോകാം കേട്ടോ. അവിടെ വെള്ളക്കെട്ട് എന്ന് വന്നാലും പണി കിട്ടുന്ന സ്ഥലം. ഇതാ വട്ടയുണ്ടല്ലോ, വട്ട, അതൊക്കെ വലിയ മരങ്ങളായി. മിക്കവാറും ഇവിടെയൊക്കെ മരം വലുതായി, മരം വെട്ടി പൈസ സമ്പാദിക്കാനുള്ള പരിപാടിയായിരിക്കും. മരം വെട്ടി വിറ്റ് പൈസ സമ്പാദിക്കാനുള്ള പരിപാടിയായിരിക്കും. ഇതുവഴി പോകാക്കൂല ഗൈസ്. തൊട്ടപ്പുറം വരെ ആ പാലത്തിൻ്റെ പണിയും ഒന്നും ആയി കാണത്തില്ല. നമുക്ക് ഇവിടുന്ന് നടന്ന് പോയി ഞാൻ നോക്കട്ടെ. മൊത്തം ചെളിക്കെട്ടാണ് കേട്ടോ. കാല് ഉന്തരുത്, പക്ഷെ സ്പീഡിന് പോകാൻ നോക്കൂല. പോണോ? പോവാം. കാലുന്തി നമ്മൾ കയറി വന്ന് കാല് മൊത്തം ചെളിയായി. നമുക്ക് നീ എങ്ങനെ ഗിയർ മാറ്റും? ഗിയർ മാറ്റി മൊത്തം ചെളിയാവും. ഇനി ഇറക്കമല്ലേ, ഫസ്റ്റ് ഗിയറിൽ തന്നെ പോവാം.
ഇല്ല ഗൈസ്, 2 പിയറിൻ്റെ ഇടയിൽ ഗഡറുകളെടുത്ത് വെച്ചതല്ലാതെ പണികൾ എങ്ങും ആയിട്ടില്ല. അതിനപ്പുറത്തോട്ട് ഞാൻ ഇനി വീഡിയോ എടുക്കുന്നില്ല, ഞാൻ പോവാണ്. എനിക്ക് ആകെ ഭ്രാന്തെടുക്കുന്നു. ഞാൻ 2 മാസം മുമ്പ് കാണിച്ച അതേ കാഴ്ചകളാണ് എപ്പോഴും കാണിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. ഒരു 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 പുല്ല് പോലും വെട്ടിക്കളഞ്ഞു. അപ്പോഴും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്. അതുവരെ ബൈ.